വിവാദ ചുമ മരുന്ന് ഒടുവിൽ കേരളവും നിരോധിച്ചു. മരുന്ന് കടകളിലും ആശുപത്രികളിലും വിൽക്കരുതെന്ന നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി മരുന്ന് നൽകരുതെന്നും ആരോഗ്യവകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഡോക്ടറുടെ പഴയ കുറിപ്പടി വെച്ചും കുട്ടികൾക്കുള്ള മരുന്ന് നൽകാൻ ഇനി സാധിക്കില്ല. ഇത് സംബന്ധിച്ച് ഡ്രഗ്സ് കൺട്രോളർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 അംഗ വിദഗ്ധ സമിതിയും രൂപീകരിച്ചു കഴിഞ്ഞു. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ, ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ, IAP സംസ്ഥാന പ്രസിഡന്റ് എന്നിവരാണ് സമിതിയിലുള്ളത്. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് സംസ്ഥാനം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിനായി ബോധവൽക്കരണവും ശക്തമാക്കും. കുട്ടികൾക്കുള്ള മരുന്നുകൾ അവരുടെ തൂക്കത്തിനനുസരിച്ചാണ് സാധാരണയായി ഡോക്ടർമാർ ഡോസ് നിശ്ചയിക്കുന്നത്. അതിനാൽ ഒരു കുഞ്ഞിന് കുറിച്ചു നൽകിയ മരുന്ന് മറ്റു കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പാടുള്ളതുമല്ല. അത് ഗുണത്തെക്കാളേറെ ദോഷമാകും ചെയ്യുക. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കഫ് സിറപ്പുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഒരു പ്രശ്നവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ആശങ്ക പരിഹരിക്കാനും ശക്തമായ ബോധവൽക്കരണവും നൽകും. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കാൻ നിർദ്ദേശവും നൽകി കഴിഞ്ഞു. IAPയുടെ സഹകരണത്തോടെ പീഡിയാട്രീഷ്യന്മാർക്കും മറ്റ് ഡോക്ടർമാർക്കും പരിശീലനവും നൽകും. കേരളത്തിൽ കോൾഡ്രിഫ് സിറപ്പിന്റെ വിൽപ്പന സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നിർത്തിവയ്പ്പിച്ചിട്ടുമുണ്ട്. തമിഴ്നാട്, ഒറീസ, മധ്യപ്രദേശ്, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രശ്നമുണ്ടായ ബാച്ച് മരുന്നുകൾ വിതരണം ചെയ്തത്. രാജസ്ഥാനിൽ മറ്റൊരു കമ്പനിയുടെ കഫ് സിറപ്പിലും പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ ബാച്ചുകളുടെ മരുന്നിന്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ല എന്നാണ് കണ്ടെത്തിയത്. കേരളത്തിൽ 8 വിതരണക്കാർ വഴിയായിരുന്നു കോൾഡ്രിഫ് മരുന്നിന്റെ വിൽപ്പന നടത്തിയത്. ആയതുകൊണ്ട് തന്നെ വിതരണവും വിൽപ്പനയും നിർത്തിവെപ്പിച്ചതായാണ് മന്ത്രി പറയുന്നത്. കേരളത്തിനും തമിഴ്നാടിനും പിന്നാലെ ചുമമരുന്നായ കോൾഡ്രിഫ് സിറപ്പിന്റെ വിൽപ്പന തെലങ്കാനയും നിരോധിച്ചു കഴിഞ്ഞു. സിറപ്പിന്റെ SR13 ബാച്ചിൽ പ്രശ്നം കണ്ടെത്തിയെന്ന റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു നടപടി. സിറപ്പിന്റെ ഉപയോഗം എത്രയും വേഗം അവസാനിപ്പിക്കാനും ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രാദേശിക ഡ്രഗ് കൺട്രോൾ അതോറിറ്റികൾക്ക് നൽകാനും സർക്കാർ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. മരുന്ന് വിൽപ്പന അവസാനിപ്പിക്കാൻ മൊത്ത വിതരണക്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കും ആശുപത്രികൾക്കും നിർദ്ദേശം നൽകി. ഈ മരുന്ന് കഴിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലും കുട്ടികൾ മരിച്ചു എന്ന ആരോപണത്തിന് പിന്നാലെയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ഈ ഒരു നടപടി. ഈ ബാച്ച് മരുന്നിന്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ലെന്നാണ് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. എങ്കിലും സുരക്ഷയെ കരുതിയാണ് വിൽപ്പന തടഞ്ഞത്. കേരളത്തിൽ 8 വിതരണക്കാർ ഈ മരുന്ന് വിൽപ്പന നടത്തിയിരുന്നു. മധ്യപ്രദേശിൽ മരിച്ച കുട്ടികളിൽ ഭൂരിഭാഗവും ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രവീൺ സോണിയുടെ ക്ലിനിക്കിൽ ചികിത്സ തേടിയവരായിരുന്നു. സിറപ്പ് നിർമ്മിച്ച തമിഴ്നാട് കാഞ്ചീപുരത്തെ കമ്പനിക്കെതിരെ മധ്യപ്രദേശ് സർക്കാർ കേസെടുക്കുകയും ചെയ്തു. രാജസ്ഥാനിൽ 3 കുട്ടികൾ മരിക്കുകയും ചെയ്തു. ഇതോടെയാണ് മരണസംഖ്യയിലും വർധനവ് രേഖപ്പെടുത്തിയത്.